ഹലോ, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് കുക്കറിൽ വളരെ സിമ്പിളായിട്ട് തന്നെ കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ റൈസും മസാലയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടുന്ന രീതിയിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചെമ്മീൻ ബിരിയാണി റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിത് അവിടെ ഒരു 1/2 കിലോ ചെമ്മീൻ നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് മസാലയൊക്കെ തേച്ച് ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി അടുത്തതായിട്ട് ഒരു അരമണിക്കൂറിന് ശേഷം ഞാനിതുപോലെ ചെറിയൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുത്തിട്ടുള്ള 2 സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ വലിയ സവാളയാണ് കേട്ടോ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചെറുതാണെങ്കിൽ ഒരു 3 വരെ എടുക്കാം കേട്ടോ. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി കൂടെ ചതച്ചെടുത്തതും ഗ്രാമ്പും ഏലക്കയും ഒരു ചെറിയ കഷ്ണം പട്ടയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നേരത്തെ നമ്മൾ മസാല തേച്ച് വെച്ചിട്ടുള്ള ആ ഒരു ചെമ്മീനും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് അടച്ച് വെച്ച് ഒരു 2 വിസിൽ വരുന്നത് വരെ വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കാതെയാണ് നമ്മളിപ്പോൾ ഇവിടെ വേവിച്ചെടുത്തിട്ടുള്ളത്. നമ്മുടെ ഈ ഒരു ചെമ്മീനിൽ നിന്ന് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ഇതിലേക്ക് സെപ്പറേറ്റ് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് 2 വിസിൽ വന്നതിന് ശേഷം ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് പ്രഷറൊക്കെ പോയതിന് ശേഷമാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ തുറന്നെടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ അതൊന്ന് വറ്റിച്ചിട്ടെടുക്കാം. അപ്പോൾ അത് ഏകദേശം ഇതിലെ ആ ഒരു വെള്ളം വറ്റി വരുന്ന ആ ഒരു സമയത്ത് ഇതിലേക്ക് 1/4 ടീസ്പൂൺ വീതം മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി പിന്നെ കുറച്ച് കുരുമുളക് പൊടി അത്രയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എല്ലാം കൂടെ ചേർത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കിയെടുത്ത് ഒന്നുകൂടെ ഇതിൽ ആ ഒരു വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് പകരമാണെങ്കിൽ നാരങ്ങനീര് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇനി ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഈ ഒരു സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഞാനിതിലേക്ക് മല്ലിയിലയും പുതിനയിലയും കൂടെ അരിഞ്ഞെടുത്തതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മസാല ഏകദേശം വറ്റി വരുന്ന ആ ഒരു സമയത്താണ് കേട്ടോ ഇത് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ എല്ലാം കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞ് ഇനി ഇതിലെ ആ ഒരു ചെമ്മീനൊക്കെ നമുക്ക് ഇതിൽ നിന്ന് ഒന്ന് കോരി മാറ്റാം. ഈ ഒരു കുക്കറിൽ തന്നെയാണ് നമ്മൾ ഇതിലേക്കുള്ള റൈസ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ചെമ്മീൻ ഇതിൽ നിന്നും കോരി മാറ്റുന്നത്. അപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള നമ്മുടെ ഈ ഒരു ഓയിലും അതിൻ്റെ ആ ഒരു കുറച്ച് ഗ്രേവി കൂടെ ബാക്കി ഉണ്ടാവും. അപ്പോൾ അതിലേക്ക് നമുക്ക് റൈസ് റെഡിയാക്കി എടുക്കാനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ കംപ്ലീറ്റ് ചെമ്മീൻ ഞാൻ ഇതിൽ നിന്നും ഒന്ന് കോരി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇടയിലായിട്ട് നമുക്ക് ചെമ്മീൻ്റെ ഒരു പീസ് വേണമെന്നുണ്ടെങ്കിൽ പകുതി മസാല മാത്രം മാറ്റി വെച്ചതിന് ശേഷം ബാക്കി പകുതിയിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അവിടെ മുഴുവൻ മസാല ഇതിൽ നിന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി എത്രയാണോ അരി എടുത്തിട്ടുള്ളത് അതിൻ്റെ ഇരട്ടിയായിട്ട് നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അവിടെ 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 4 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ അരി ഒന്ന് നല്ലപോലെ കഴുകി വൃത്തിയാക്കി അതിലെ വെള്ളം കൂറ്റി കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരുപാട് വെള്ളത്തോടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കരുത് കേട്ടോ, വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോവും. ഇനി എല്ലാം കൂടെ നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കിതിനെ അടച്ച് വെച്ച് ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചിട്ടെടുക്കാം. ഇനി ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂണോളം നെയ്യ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഓപ്ഷനിലാണ് കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുത്താൽ മതി. നെയ്യോ ഓയിലോ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് പട്ടയും ഗ്രാമ്പൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ എല്ലാം കൂടി ചേർത്ത് ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ പ്രഷർ കളഞ്ഞ് ഞാനിപ്പോൾ അത് ഇതുപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ. കംപ്ലീറ്റ് ആ ഒരു പ്രഷർ പോകാനായിട്ട് വെയിറ്റ് ചെയ്യരുത്. അതിന് മുന്നേ തന്നെ പ്രഷർ പോക്കിയെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഒന്നിച്ച് കട്ടയാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേ ഒരു രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ലെവൽ ചെയ്തെടുത്തതിന് ശേഷം ഇതിന് മുകളിലായിട്ട് നേരത്തെ നമ്മൾ കോരി മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ചെമ്മീൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ചെമ്മീൻ്റെ മിക്സ് ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും മുകൾ ഭാഗത്തേക്ക് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രഷറിലൊക്കെ കിടന്നിട്ട് നമ്മുടെ ആ ഒരു ചെമ്മീനിൽ നിന്നുള്ള മസാലയൊക്കെ ആ ഒരു ചോറിലേക്ക് ഇറങ്ങും. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടാണ് കേട്ടോ നമ്മുടെ ഈ ഒരു മസാലയും ചോറൊക്കെ ഉണ്ടാവുക. അപ്പോൾ അത് ഏകദേശം ചൂടൊക്കെ ഒന്ന് പോയി കഴിഞ്ഞതിന് ശേഷം ഞാനിതുപോലെ തുറന്ന് അതിൽ ആ ഒരു മസാലയൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു മസാലയിൽ ഉണ്ടായിരുന്ന ആ ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ നമ്മുടെ ചോറിലേക്ക് വലിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ചെമ്മീനൊക്കെ ഇതിൽ നിന്ന് മാറ്റി കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു ചോറ് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ബിരിയാണി നല്ല ചൂടിൽ കഴിക്കുന്നതിനേക്കാളും ചെറിയൊരു ചൂടിൽ കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ അത് എല്ലാം കൂടെ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് ഇഷ്ടമുള്ള രീതിയിൽ സെർവ് ചെയ്യാം. അപ്പോൾ ഞാൻ മസാല മുകൾ ഭാഗത്തും നമ്മുടെ ചോറ് താഴെയായിട്ട് വരുന്ന രീതിയിലാണ് കേട്ടോ ഞാനിപ്പോൾ അവിടെ സെർവ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു തൈരോ ചമ്മന്തിയോ മാത്രം മതിയാവും നമുക്ക് ചോറ് കഴിക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെമ്മീൻ ബിരിയാണി ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്.
അപ്പോൾ നമ്മുടെ ഈ ഒരു മസാലയ്ക്കൊക്കെ ഒരു പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ. പലപ്പോഴും നമ്മൾ ബിരിയാണിയൊക്കെ റെഡിയാക്കി എടുക്കുന്ന സമയത്ത് അതിനെ മസാല റൈസൊക്കെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് ഒരുപാട് ടൈം വേസ്റ്റ് ആവും. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ കുക്കറിൽ മസാല റെഡിയാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് അടിപൊളിയായിട്ടുള്ള ബിരിയാണി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പീസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.